ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഈ പറമ്പ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ജോസൂട്ടി പറഞ്ഞേക്കണ കാര്യങ്ങൾ ഇങ്ങോട്ട് തരാൻ പറയണം. അപ്പൊ എത്രയാണെന്ന് ചോദിക്കും. ഒരാൾക്ക് 15 രൂപ വെച്ച് 30,000 രൂപ. നമുക്ക് 2 വെച്ച് അല്ലേ? നിങ്ങൾക്ക് 15 അല്ല, 30,000 രൂപ എനിക്ക്. അപ്പൊ ഇനി അതും കിടന്ന് തോന്നല്ലേ? സുരേന്ദ്രനോട് പറഞ്ഞ 1000, അയ്യപ്പനോട് 1000. ഈ പൈസ മേടിച്ചാൽ ആ മൂല പോയി നിൽക്കണം. ഞാൻ വരുമ്പോ തന്നെ ഇങ്ങനെ തന്നേക്കണം കേട്ടോ. കണ്ടില്ലെങ്കിൽ നമുക്ക് കാണാതെ ഒന്നും ഇരിക്കണം. ഞാൻ പുറകെ ഓടി വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വിളിച്ചോ അങ്ങോട്ട് വായോ, അവര് സാറുമാര് വന്നേക്കണം. അവര് സാറുമാര് വന്നിട്ടേ. അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒഴിവാക്കിയിട്ട് അപ്പുറത്തെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട് വഴി. ഈ ജോസൂട്ടി നമ്മളെ ഇന്നലെ ഭയങ്കരമായിട്ട് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇത് മാറ്റി നമ്മൾ അപ്പുറത്തെ ഈ ആണി ഇളക്കി അപ്പുറത്തോട്ട് അടിക്കാന്ന് വിചാരിച്ചു. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയോ? പിന്നെ എഴുതില്ലായിരുന്നു. ഒപ്പാന്റെ സ്ഥലമെന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് മാറ്റി അടിക്കണമെന്ന് പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ട്. പേപ്പറൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പേപ്പറൊക്കെ നല്ലോണം നോക്കി മൂപ്പിൽ ഒപ്പിട്ടോ? നോക്കി ഒപ്പിട്ട് കൊടുത്തുന്നു. അത് സംശയമൊന്നും വേണ്ട, ജോസൂട്ടിക്ക് അറിയാം നമ്മൾ ഒപ്പിട്ട്. വാപ്പാന്റെ സ്ഥലമാണ്. അപ്പൊ അതെ അതെ നമ്മൾ ഒഴിവാക്കിയായിരുന്നു. അതെ അല്ലേ? കൊടുത്തേരി അതെല്ലാം കായ് കൊടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് ഞാനല്ലേ പറയണത്. ഇനിയിപ്പൊ എത്ര പൈസ? അത് ഇത് അതല്ല, നമ്മള് ഒരു 5-6 പേരുണ്ടായിരുന്നു. അപ്പൊ അതൊരു 30,000 ഒതുക്കാന്ന് വിചാരിച്ചു. 30 വളരെ ചെറിയ എമൗണ്ട്. ഇത് എന്റെ വാപ്പാടെ സ്ഥലാണ്. അത് കുഴപ്പമില്ല. പറഞ്ഞോണ്ടാണ് അത്രയും നമ്മൾ അതെ അതെ, അത് സാരല്ല. അപ്പൊ നിങ്ങൾ ഒപ്പിട്ടില്ല? പിന്നെ പിന്നെ 30,000 രൂപയ്ക്ക് 30,000 രൂപ 30,000 രൂപയല്ലേ വേണ്ടു? മല്ലികേ, ഓ കഴിഞ്ഞില്ലേ? അപ്പൊ പൈസ കൊടുത്തേ സാർ കൊടുത്തേ. കൊടുക്കട്ടെ? കൊടുത്തു. നിങ്ങൾ 2 സാറുമാരും പയ്യക്കുട്ടിനോടും റസിയനോടും 30,000 രൂപ ചോദിക്കുന്നത്. ഞാനിതാ റസിയന്റെ ഫോണ് വാങ്ങി അവിടെ മാറി നിന്ന് ഷൂട്ട് ചെയ്തിട്ട്. ഇനിയിപ്പോ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ എന്താ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അല്ല ജോസൂട്ടി, ഇത് വേറെ മോശമായി പോയിട്ട്. അല്ല, കൈക്കൂലി മേടിക്കാൻ പാടില്ലല്ലോ. നിങ്ങള് കൈക്കൂലി മേടിക്കണത് ഞങ്ങൾ അടിച്ച്, അത്രേ ഉള്ളൂ. അല്ല ഇനിയിപ്പോ എന്താ വെച്ചാൽ ഓരോ എന്തായാലും ഒപ്പിടലൊക്കെ കഴിഞ്ഞല്ലോ. പൈസ കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. അതെ, ശരിയായില്ല. പൈസ കൊടുക്കാണ്ട് കാര്യം ഇപ്പൊ നടത്തിയില്ലേ ഞങ്ങൾ? ജോസൂട്ടി ഒരു മിനിറ്റ് വന്ന് ഞാൻ പറയട്ടെ. അതെ, ഒന്നും പറയണ്ട. അതെ, ഈ 30,000 പോയി നമ്മള് ഈ മെനക്കെട്ടൊന്നും ആയല്ലോ. നിങ്ങളുടെ പൈസ തന്നില്ലേ പറഞ്ഞത്? ഏത് പൈസ? 1000 വെച്ച് തന്നില്ലേ? പറഞ്ഞ ബാക്കി പറഞ്ഞു തരാം. 30 എന്റെ അല്ലേ പോയത്? അതേമാതിരി ആളെ വിളിച്ചോണ്ട് വരില്ല. ഭയങ്കര ബുദ്ധി തന്നെ പറ്റണേ. എന്ത് മനുഷ്യ. എന്റെ റസിയ, നീയല്ലേ പറഞ്ഞു രാവിലെ ഇവൾക്ക് ബുദ്ധി ഇല്ലാതെ. എങ്ങനെയുണ്ട് മല്ലികയുടെ ബുദ്ധി? ഭയങ്കര ബുദ്ധി കുട്ടിയെ, ഇവളെന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാടാ എന്റെ ബലം. അതെ, കൈക്കൂലി കൊടുക്കാണ്ട് ഇത് എങ്ങനെ രക്ഷപ്പെടുത്താന്ന് ഞാൻ ആലോചിച്ചപ്പോ കിട്ടിയ ബുദ്ധിയാ. അല്ല, എന്റെ ബുദ്ധി കലക്കിട്ടോ. 30,000 രൂപ ഇപ്പൊ എന്റെ കയ്യിലിരിക്കേ. നമ്മുടെ സ്ഥലവും കയ്യിലിരിക്കയാണ്. അനക്ക് എന്താ വേണ്ട വെച്ചാ പറഞ്ഞോ, ഒന്ന് ഞാൻ ഉണ്ടാക്കി തരും. ആണോ? പൈസ മതി. പൈസ ഇനിയിപ്പൊ എന്താണ് പൈസ പോലെ എല്ലാവർക്കും. ഓ പായസം പൈസ തന്നെ വെച്ചോളാം കേട്ടോ. ഇതെന്ത് ചെയ്യും? ഒരു അലമ്പ് പരിപാടി കാണിക്കാൻ കേട്ടാ. ആണുങ്ങളായിട്ട് വാക്ക് പറഞ്ഞാല് അതിനനുസരിച്ച് നിലപാടിന് നിൽക്കണം. എന്താണത്? ഞങ്ങളെന്ത് കാണിച്ചു? നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നത്. ഏടോ ചെങ്ങായി, ഇവിടെ അവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ പകർത്തണെങ്കിൽ ഞങ്ങൾക്ക് അറിയോ? അപ്പൊ നിങ്ങൾ നോക്കണ്ടേ? ഇത് എന്ത് നോക്കണേ? പൈസ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് ആ പ്രശ്നം ചെയ്യുന്ന പറഞ്ഞില്ലേ? ഏത് പൈസ എടുത്തോളൂ? 30,000 രൂപ. പോട്ടാ, പിന്നെ അവര് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കാര്യം നമുക്കറിയോ? അല്ലെങ്കിൽ ഒരു കാര്യത്തിലും നിന്റെ ഭാര്യക്ക് ബുദ്ധിയില്ലല്ലോ. ഇപ്പൊ ഭയങ്കര ബുദ്ധിയല്ല. കുറെ കൂടി കൂടിയ ഫോൺ മേടിച്ചു കൊടുത്തു ഭാര്യമാർക്ക്. അല്ല, അതെ, ഒരു 2,000 രൂപ ഞാൻ അവന്മാർക്ക് കൂലി കൊടുത്ത പൈസ. 2,000 രൂപ എടുത്ത് വെക്കാനൊന്നുണ്ടോ?
അന്റെ ബുദ്ധിയല്ലേ അതിന്റെ കടം ഇജ്ജ് വീട്ടണോ? അല്ലാണ്ട് ഇന്നലെ ചോദിച്ചാ ആകെ ഈ 30,000 കൊണ്ടുള്ള കളിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ നിർത്തി തരണേ? ഇത് എവിടത്തെ ന്യായം? അത് എവിടുത്തെ ന്യായാന്ന് വെച്ചാൽ എവിടെയും പോയി ചോദിക്കും. ഇതാ ഞാൻ എന്നോട് ആദ്യം പറഞ്ഞില്ലേ ഈ പൊളിയുടെ പരിപാടിക്ക് മെനക്കെടുന്നത്. പരിപാടിയൊന്നും പൊളിയില്ല. ഇതുപോലത്തെ വകതിരിവില്ലാത്ത ഭാര്യമാരുടെ ഇതുമല്ല ഇതിന്റെ അപ്പുറവും നടക്കും. അതിപ്പോ അവരെ എത്തിച്ചൊന്ന് പോയി പറഞ്ഞു നോക്ക്. അവരെ വകതിരി കൊണ്ട് അവർക്ക് 30,000 കിട്ടിയതാണ് ഇപ്പൊ അവരുടെ അഭിപ്രായത്തിൽ.